എല്ലാവരും കൂടി പറഞ്ഞ് ഇസ്ലാമിൽ സ്ത്രീത്വത്തിന്, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെവിടെ കൊള്ളുവിട്ട ഈ തർക്കങ്ങളൊക്കെ ലോകതലത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ലോകത്തിലൊന്നാകെ ഇസ്ലാമിന് എതിരായിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരൊക്കെയോ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നരുത്. ലോകരാജ്യങ്ങൾ നിങ്ങൾ സന്ദർശിച്ചു നോക്കൂ. നിങ്ങൾ ബ്രിട്ടനിലാണ് പോകുന്നതെങ്കിൽ ബ്രിട്ടനിൽ, ദ ഗ്രേറ്റ് ബ്രിട്ടനിൽ, UK-യിൽ നൂറുകണക്കിന് പള്ളികളാണ് പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദാനമായി കൊടുത്തിട്ടുള്ളത്. UK-യിൽ പോകുന്നവരോട് ചോദിച്ചു നോക്കൂ. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് പള്ളികൾ ക്രിസ്ത്യൻ സഹോദരിമാർ കൊടുത്തിട്ടുള്ള പള്ളികളാണ്. ഇവിടത്തെ പോലെയുള്ള തർക്കങ്ങളൊന്നും അവിടെ പോയാൽ നമ്മൾ കാണില്ല. അമേരിക്കയിൽ നിങ്ങൾ പോയവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമല്ലോ. പോയാൽ പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾക്ക് പള്ളികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് വെള്ളിയാഴ്ച ജുമുഅ വരുന്ന സമയത്ത് ഇവര് എന്തു ചെയ്യുന്നു? അവരുടെ ചർച്ചാണ് വിട്ടുകൊടുക്കുന്നത്. അമേരിക്കയിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിന്റെ, നിങ്ങൾക്കറിയാലോ, പഴയകാല MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിന്റെ പ്രിയപ്പെട്ട മകൻ ഇംതിയാസ് എന്റെ വിദ്യാർത്ഥിയാണ്. ഞങ്ങളൊരു പരിപാടിയിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇംതിയാസിന്റെ കാര്യം, അവനിപ്പോൾ USA-യിലാണ്, അമേരിക്കയിലാണ്. അപ്പൊ അവൻ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുകയുണ്ടായി. ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അമേരിക്കയിൽ ഒരു പള്ളിയിൽ ഈ കഴിഞ്ഞ റമദാനിക്കാണ് ആ പരിപാടി ഉണ്ടായത്. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു പള്ളിയിൽ, വലിയൊരു പള്ളിയാണ്, ഒരുപാട് ആളുകൾ കൂടുന്ന വലിയ പള്ളി. ആ പള്ളിയിൽ ഇശാക്ക് ശേഷം ഒരു പിരിവുണ്ടായത്രേ. അവിടെ പിരിവൊന്നും അധികം ഉണ്ടാവില്ല. നമ്മളിവിടുത്തെ മാതിരി എപ്പോഴും പിരിക്കണ പരിപാടിയൊന്നും അവിടെ ഇല്ല. ഒരു പിരിവുണ്ടായത്രേ. ആ പിരിവുള്ള സമയത്ത് പിരിവിന്റെ ഉദ്ദേശം ഇതാണ്: എല്ലാ മതസ്ഥരെയും കൂട്ടിയിട്ട് എന്താക്കണം? നമ്മൾ ആളുകൾക്ക് നല്ല ഫുഡൊക്കെ കൊടുക്കണം, നല്ല ഭക്ഷണം. ക്രിസ്ത്യൻ സഹോദരന്മാരെയും ജൂ സഹോദരന്മാരെയൊക്കെ കൂട്ടിയിട്ട് പെരുന്നാളിന് വലിയ വിപുലമായ രീതിയിൽ അവർക്ക് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് സ്വൈപ്പിംഗ് മെഷീനും കൊണ്ട് ഇങ്ങനെ പോയപ്പോൾ ഓരോരുത്തർ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് അതിലേക്കായത് ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഒറ്റ ഇശാവക്തിന് ശേഷം 10,13,00,000 രൂപയാണ് എന്ന് പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിന്റെ മകൻ പറയുകയാണ്. ഇതാണ് അമേരിക്ക. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെ എല്ലാറ്റിനെയും എതിർക്കുന്നൊരു അമേരിക്കയല്ല. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ മിക്ക പള്ളികളിലും ആദ്യത്തെ ഒരു സഫിലെങ്കിലും ഫുൾ ഹാഫിളീങ്ങളായിരിക്കും ഉണ്ടാവുക. ഇമാമിന്റെ പിറകിൽ എല്ലാ വരികളിലും, അഥവാ ആദ്യത്തെ വരിയിൽ എല്ലാവരും മിക്കവാറും ഖുർആൻ മനഃപ്പാഠമാക്കിയവരായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് പോലെയൊന്നുമല്ല ലോകത്തിന്റെ അവസ്ഥകളുള്ളത്. ലോകത്തിന്റെ അവസ്ഥകൾ അങ്ങനെയല്ല ഉള്ളത്. ന്യൂസിലാൻഡിൽ വലിയ രീതിയിൽ ഇസ്ലാമികപരമായ അവസ്ഥകൾ ഉണ്ടായപ്പോൾ എല്ലാം സ്നേഹത്തോടെ. വർഗീയത നമുക്കുണ്ടാകാൻ പാടില്ല. വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ വർഗത്തിന് വേണ്ടിയിട്ട് അവർ അനീതിയിലാണെങ്കിൽ പോലും അതിൽ ഉറച്ചു നിൽക്കുകയും തൻ്റെ ആളുകൾ അനീതികൾ പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കലും ചെയ്യലാണ് വർഗീയത. ഇസ്ലാമിൽ വർഗീയതയില്ല. അല്ലെങ്കിലും ഈ ലോകത്തിൽ മതങ്ങളല്ല പ്രശ്നം. ഈ ലോകത്തിൽ മതങ്ങളല്ല പ്രശ്നം. മതങ്ങൾ പ്രശ്നമാണെന്ന് ആരും പറയരുത്. ഇവിടെ ഹിന്ദു മതം പ്രശ്നമല്ല, ഇവിടുത്തെ ക്രിസ്തു മതം പ്രശ്നമല്ല, ഇവിടുത്തെ ജൂ മതം പ്രശ്നമല്ല, ഇവിടുത്തെ ഇസ്ലാം മതം പ്രശ്നമല്ല. ഇവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പൊളിറ്റീഷ്യൻസ് ആണ്, രാഷ്ട്രീയക്കാരാണ്. മതത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുമ്പോൾ അത് വർഗീയമായി മാറുന്നു. നിങ്ങൾ ഏത് വർഗീയ പ്രശ്നങ്ങളെയും എടുത്തു നോക്ക്, രാഷ്ട്രീയക്കാരായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്, അവരായിരിക്കും തലപ്പത്തിരിക്കുന്നത്. അല്ലാതെ മതങ്ങളിൽ ഒരിക്കലും വർഗീയത പറയുന്നില്ല. ഇവിടെ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബ് സംസാരിക്കുകയുണ്ടായി കൽക്കി അവതാരത്തെ കുറിച്ചിട്ട്. വ്യാസ മഹർഷിയുടെ എത്രയോ കാലങ്ങൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിനേക്കാൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു മഹാനായ മനുഷ്യനാണ് വ്യാസ മഹർഷി. വ്യാസമഹർഷിയുടെ ഭവിഷ്യൽ പുരാണത്തിൽ ഏതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ മുഹമ്മദ് ദിഖ്യാത ശിഷ്യസാഗ സമന്വിത നിർവാഞ്ചേവ മഹാദേവ മരുസ്ഥല നിവാസിന ഗംഗാജലൈ സസംന പഞ്ചദൈക സമന്വിതം എന്നൊക്കെ തുടങ്ങുന്ന വരികൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, ഭവിഷ്യൽ പുരാണത്തിലുണ്ട് ഈ കഥ. ഇങ്ങനൊരു മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ കടന്നു വരുമെന്ന്. അതുകൊണ്ട് മതങ്ങളെന്നും സൗഹാർദ്ദത്തിലേ നിന്നിട്ടുള്ളൂ. നിങ്ങളുടെ ഈ പ്രദേശം ഇതിന്റെ തൊട്ടപ്പുറത്തായിരുന്നു പ്രിയപ്പെട്ട തച്ചോളി വധേനൻ ഉണ്ടായിരുന്നത്. വധേനന്റെ നാടിന്റെ തൊട്ടടുത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. ചരിത്രപരമായി മമ്മു സാറ് ചരിത്രത്തിലും അതേപോലെ തന്നെ എക്കണോമിക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്നു ഫറൂഖ് കോളേജിലെ. കുഞ്ഞാലി മരക്കാരന്റെ ചരിത്ര സെമിനാറിൽ നമ്മൾ കേട്ട ശബ്ദങ്ങളുണ്ട്. പ്രിയപ്പെട്ട തച്ചോളി വധേനൻ, ഞാൻ എവിടെയോ സൂചിപ്പിച്ചോളൂ, പ്രിയപ്പെട്ട തച്ചോളി വധേനൻ ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അന്ന് എല്ലാ അഭ്യാസങ്ങളും
തെക്കൻ കളരിയും വടക്കനും കടത്തനാടൻ തുളുനാടനും എല്ലാം പഠിച്ചിട്ട്, മധ്യ കേരളയും പഠിച്ചിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബൃഹത്തായ രീതിയിൽ സ്വായത്തമാക്കിയിട്ട് അവസാനം അമ്മയോട് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഇനി ഞാൻ ആരെയാണ് ഗുരുവാക്കേണ്ടത്? ഇനി ഞാൻ ആരെയാണ് ഗുരുവാക്കേണ്ടത്? ആ സമയത്ത് തച്ചോളി ഉദയനന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അമ്മ പറയുന്നൊരു വാക്കുണ്ട്. കേരള ചരിത്രത്തിൽ നിന്ന് നമ്മളത് മറന്നു പോകരുത്. അമ്മ പറയുന്ന വാക്ക് തലയിൽ കൈവച്ചിട്ട്: മോനെ, ഇനി നിന്നെ പഠിപ്പിക്കാൻ ഒരാളെ ഈ കരയിലുള്ളൂ. ഈ കാണുന്ന മുഴുവൻ നാട്ടുരാജ്യങ്ങളിലും ഒരാൾ. നീ ഇപ്പോൾ കരയിലൂടെയുള്ളതെല്ലാം പഠിച്ച്, അഭ്യാസമെല്ലാം പഠിച്ച് പൂർത്തിയാക്കി. കടലിലുള്ളതും നീ പഠിക്കണം. അത് നിന്നെ പഠിപ്പിക്കാൻ ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിന്റെ അടുക്കൽ നീ പോകണം. കാൽക്കൽ വീണിട്ടെങ്കിലും എന്നെ നിങ്ങൾ ശിഷ്യനായി സ്വീകരിക്കണമെന്ന് പറയണം. ആരാണ് മോനെ, ആരാണ് അമ്മേ അത് എന്ന ചോദ്യത്തിന് അമ്മക്ക് കൊടുത്ത മറുപടി അത് കുഞ്ഞാലി മരക്കാരാണ് എന്നതാണ്. അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാരും തച്ചോളി ഉദയനനും ഒരേ പടനിലത്തിലായതെങ്കിൽ അതായിരുന്നു മതപരമായ സൗഹാർദ്ദം. കുഞ്ഞാലി മരക്കാരന് തച്ചോളി ഉദയനനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ തച്ചോളി ഉദയനിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാനോ ഒരിക്കലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു സദസ്സല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് മതം ഒരിക്കലും വർഗീയത പറയുന്നില്ല. മതപരമായ കാര്യത്തിൽ വർഗീയതയില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊക്കെ 5 വക്ത നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. അതുകൊണ്ട് സമാധാനപരമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകാവൂ. സമാധാനമായ കാഴ്ചപ്പാട്. വർഗീയപരമായ ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ അവരെ അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം. വർഗീയത എല്ലാ മതത്തിലുണ്ട്, എല്ലാ മതക്കാരിലുമുണ്ട്. ആരെയും നമ്മളങ്ങനെ ഒറ്റപ്പെടുത്തൊന്നും വേണ്ട. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഘടന എന്നറിയപ്പെടുന്ന IS പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരെ അകറ്റി നിർത്താൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണമെന്നതാണ്. അത് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടുന്ന ബാധ്യതയാണ്. കാരണം അവരെ നമ്മൾ മുസ്ലിമീങ്ങളായിട്ടേ പരിഗണിക്കുന്നില്ല. മുസ്ലിമീങ്ങളായിട്ട് അന്യായമായിട്ട് പോയിട്ട് ആളുകളെ കൊല്ലുന്ന ആളുകളെ മുസ്ലിമായിട്ട് പോലും നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അവരെ അകറ്റി നിർത്താൻ നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിലൊന്നും അതില്ലാത്തത് വലിയ ഭാഗ്യം. അതുകൊണ്ട് വർഗീയപരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകില്ല. ആ കാഴ്ചപ്പാടിൽ, ഞാൻ പറയുന്ന ഇവിടെയുള്ള ഓരോ ആളുകളുടെയും കാഴ്ചപ്പാടിൽ വിശാലമായ കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. എല്ലാ മതസ്ഥരെയും നെഞ്ചിൽ ചേർക്കുന്ന കാഴ്ചപ്പാട്, എല്ലാവരെയും സ്നേഹിക്കുന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ മക്കളെ വളർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമ്മൾ നമ്മുടെ മക്കളെ വളർത്താവൂ. അപ്പൊ ഇനിയുള്ള കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഓരോ മാതാക്കളും പ്രത്യേകിച്ച് വലിയ കാഴ്ചപ്പാടുണ്ടാകണമെന്ന് പറയുന്നത്, ഒന്ന് വരുന്ന പ്രശ്നങ്ങളെ, ശ്രദ്ധിക്കണേ, വരുന്ന പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തലല്ല രക്ഷാകർതൃത്വം. പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അല്ല നമ്മളതിൽ ഇടപെടേണ്ടത്. പ്രശ്നങ്ങൾ വരാതെ കാക്കുന്നതാണ് സ്ട്രാറ്റജി. അത് സ്ട്രാറ്റജിയാണ്. ജീവിതത്തിൽ നമുക്കൊരു ലൈഫ് ചാർട്ട് വേണം. ജീവിതത്തിനൊരു ചാർട്ടുണ്ട്, ഒരു ലോങ് വിഷൻ ഉണ്ട്. എൻ്റെ മക്കളെ, എൻ്റെ സമൂഹത്തിനെ, ഈ കാണുന്ന കുട്ടികളെയെല്ലാം എവിടെ എത്തിക്കണമെന്ന കൃത്യമായ ബോധമുണ്ടാകണം. ആ ബോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരെ കൊച്ചുകുട്ടിക്കാലത്ത് വളർത്തുന്നതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവർ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് ടീച്ചേഴ്സിന് പോലും ഇല്ലാത്ത അത്രയും, ടീച്ചേഴ്സിനുള്ളതിനേക്കാളുള്ള വിവരം രക്ഷിതാക്കൾക്കുണ്ടാകണം, പ്രത്യേകിച്ച് ഉമ്മമാർക്കുണ്ടാകണം.